ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നൊരു കയ്പ്പില്ലാത്ത പാവയ്ക്ക തോരൻ കേട്ടോ. അപ്പോൾ പാവയ്ക്ക നമ്മളല്ലാതെ എങ്ങനെ ഉണ്ടാക്കിയാലും കഴിക്കുമല്ലോ. അപ്പോൾ ഈ രീതിയിൽ പലർക്കൊക്കെ അറിയാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു എന്നുള്ളൂ, ചിലപ്പോൾ ചിലർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ ഞാനൊരു പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഉപ്പ് തിരുമ്മി ഒരു 5 മിനിറ്റ് വെച്ചു. എന്നിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കണം. ഇതിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടും കഴുകണവരുണ്ട് കേട്ടോ, കയ്പ്പ് കാരണം. പക്ഷെ അങ്ങനെ കഴുകുമൊന്നും വേണ്ട. അപ്പോൾ അതിലോട്ട് ഒരു സവാളയും പിന്നെ ഞാൻ 5 പച്ചമുളക് 6 എടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് കൂട്ടി, എരിവുള്ള പച്ചമുളകാണ്. നമ്മൾ ഈ തോരനൊക്കെ ഇച്ചിരി നല്ല എരിവ് വേണമല്ലോ, പ്രത്യേകിച്ച് പാവയ്ക്ക തോരന് ഇച്ചിരി നല്ല എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ. പിള്ളേർ കൂട്ടില്ലാത്ത കാരണം കുറച്ച് എരിവ് ഞാൻ കൂടുതലിടും കേട്ടോ. അപ്പോൾ എരിവ് കൂടുതലിടണം കേട്ടോ, ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഞാനും കണ്ണനും മാത്രമല്ലേ കഴിക്കണുള്ളൂ. എന്നിട്ട് സവാള ഇതുപോലെ ഒരു സവാള നന്നായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും. സവാള കൂടുതലിടുമ്പോൾ നമുക്കതിൽ കയ്പ്പ് രസം കുറച്ചും കൂടിയും കുറഞ്ഞ് കിട്ടുമല്ലോ. ചില പാവയ്ക്കയ്ക്ക് ഭയങ്കര കയ്പ്പാണ്. ചിലതിനിങ്ങനെ ഉപ്പിട്ട് പിഴിഞ്ഞ് കളയുമ്പോൾ തന്നെ കയ്പ്പ് കുറയും. അപ്പോൾ അതേ പച്ചമുളകും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ പാവയ്ക്കയ്ക്ക് മഞ്ഞൾപ്പൊടി ഇടാതെ ഉണ്ടാക്കണേ കേട്ടോ, ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അതേ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുക് പൊട്ടിയിട്ട് പാവയ്ക്ക അരിഞ്ഞു വെച്ച പാവയ്ക്കയും സവാളയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇടാതെ ഇടുമ്പോഴാണ് ഏറ്റവും പാവയ്ക്കയ്ക്ക് ടേസ്റ്റ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കൂ, അപ്പോൾ അറിയാൻ പറ്റും അത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് സിമ്മിലിട്ട് ഞാൻ മൂടി വയ്ക്കും. സിമ്മിൽ കിടന്നാൽ അതൊന്ന് വേവണമല്ലോ. ഇതിന് ഇനി വെള്ളം ഇറങ്ങി വരുമൊന്നുമില്ല, പിഴിഞ്ഞ് കളഞ്ഞതല്ലേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് സിമ്മിൽ വയ്ക്കുമ്പോൾ അതവിടെ നല്ല പാവയ്ക്ക ഒന്നാമത്തെ ഇങ്ങനെ ഒരു വെള്ളമയം ഉള്ളത് കൊണ്ട് വേറൊന്നും ചേർക്കണ്ട, വെള്ളം ചേർക്കണ്ട. അപ്പോൾ അതങ്ങനെ സിമ്മിലിട്ട് അല്ലെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം മൂടി വെച്ചിട്ടാട്ടെ പിന്നെ ഞാൻ തുറന്നപ്പോഴത്തേക്കും പാവയ്ക്ക നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഇച്ചിരി സമയം കൂടിപ്പോയി. അന്നേരം പതുക്കെ ഒന്ന് മുരിഞ്ഞു വന്നു തുടങ്ങി കേട്ടോ. അത് ഇനി ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒരു 2 മിനിറ്റും കൂടെ മൂടി വയ്ക്കും. മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും പാവയ്ക്ക തോരൻ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പാവയ്ക്ക തോരനിലൊക്കെ ഫസ്റ്റ് നമ്മൾ തേങ്ങ ഇടൂല. ഇതിങ്ങനെ നല്ലോണം ഇനി മൊരിഞ്ഞു തുടങ്ങി. ഞാൻ തുറന്ന് വെച്ച് തന്നെ ഒന്നും കൂടി ഇച്ചിരി നേരം കൂടെ വെച്ച് കൂട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ തേങ്ങ വാങ്ങാൻ നേരത്തെ ഇടുള്ളൂ. പിന്നെ ആ ചൂടിലിരുന്ന് തന്നെ തേങ്ങയും വെന്തോളൂല്ലോ. ഫസ്റ്റ് ഇടുമ്പോൾ പാവയ്ക്ക തോരനിൽ എപ്പോഴും നമ്മൾ ലാസ്റ്റ് തേങ്ങ ഇടുന്നതാണ് നല്ലത്. ഇതൊക്കെ എൻ്റെ വല്യമ്മ പറഞ്ഞു തന്നിട്ടുള്ള അറിവാട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ്